ഹായ് ഡിയേഴ്സ്, SSLC വിദ്യാർത്ഥികളുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ചാപ്റ്റർ വീതമുള്ള വെയിറ്റേജ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. സബ്ജക്റ്റ് വൈസ് യൂണിറ്റ് വെയിറ്റേജ് ആണ് ഇപ്പോൾ SSLCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് SSCRT പുറത്തുവിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോന്നും കാണാൻ പറ്റും. എല്ലാ സബ്ജക്റ്റും ഇതിലുണ്ട് കേട്ടോ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തെന്താണെന്നറിയോ? നോക്കിക്കേ, കറക്റ്റ് ഇപ്പോൾ മാത്സിലെ 13 ചാപ്റ്റേഴ്സിൻ്റെയും ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒന്നും ഒരുപാട് വ്യത്യാസമല്ല. ഇപ്പോൾ ഇവിടെ സമാന്തര ശ്രേണി എന്ന് പറയുന്ന അരിത്തമാറ്റിക് സീക്വൻസ് 7 മാർക്കാണ് വെയിറ്റേജ് വരുന്നതെങ്കിൽ അടുത്ത പ്രോബബിലിറ്റി വരുന്നത് 5 മാർക്കിനാണ്. സ്ഥിതിവിവര കണക്ക് 6, അങ്ങനെ 5, 8, 8, 4, 4, 7, 7, 5, 8, 6 ഇങ്ങനെ ടോട്ടൽ 80 മാർക്ക്. അപ്പോൾ ഇതിൽ ഏതൊക്കെ പഠിക്കണം ഏതൊക്കെ പഠിക്കണ്ട എന്ന് നമുക്ക് ഈ ഒരു വെയിറ്റേജ് വെച്ച് കാണൽ ബുദ്ധിമുട്ടായിരിക്കും. ഇനി മാത്തമാറ്റിക്സ്, ഇനി ഫിസിക്സ് ആണെങ്കിലും അങ്ങനെ തന്നെ. ഇനി നമ്മുടെ സബ്ജക്റ്റായിട്ടുള്ള കെമിസ്ട്രിയുടെ കേസ് പറയുകയാണെങ്കിൽ നോക്കിക്കേ, ഓർഗാനിക് കെമിസ്ട്രിക്ക് 6 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പീരിയോഡിക് ടേബിളിന് 6 മാർക്ക് കൊടുത്തിട്ടുണ്ട് വെയിറ്റേജ്. നമ്മുടെ ഗ്യാസ് ലോസ് അഥവാ മോൾ സങ്കല്പനത്തിന് 6 മാർക്ക് വീതം കൊടുത്തിട്ടുണ്ട്. എന്നാൽ 7ാമത്തെ ചാപ്റ്റർ നമ്മൾ ഇന്ന് ലൈവ് എടുക്കാൻ പോകുന്ന, ഇന്ന് രാത്രി 7 മണിക്ക് 2 ചാപ്റ്ററാണ് ലൈവ് എടുക്കുന്നത്, 7:30 കേട്ടോ. ലോഹങ്ങളുണ്ട്, അതുപോലെ തന്നെ വ്യാവസായിക പ്രാധാന്യമുള്ള സംയുക്തങ്ങൾ, സം ഇമ്പോർട്ടൻസ് കോമ്പൗണ്ട്സ്. ഓക്കെ, സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്, വ്യാവസായിക പ്രാധാന്യമുള്ള സംയുക്തങ്ങൾ ഇന്ന് നമ്മൾ ലൈവ് എടുക്കാൻ പോവുകയാണ്. അതിന് 7 മാർക്കാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, SSCRT ഇറക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 3 സെറ്റില്ലേ, ആ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു വെയിറ്റേജിനനുസൃതമായിട്ടുള്ള ചോദ്യങ്ങളല്ല ചോദിച്ചിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടി അവിടെ വരുന്നുണ്ട്. എന്തായാലും ശരി, ഈ വെയിറ്റേജ് പ്രകാരമായിരിക്കും നിങ്ങളുടെ ചോദ്യ പേപ്പർ ഉണ്ടാവുക എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി സർ, ഈ ഒരു PDF, ഈ ഒരു ഡോക്യുമെൻ്റ് എവിടെ നിന്ന് ലഭിക്കുന്ന? താഴെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ചാനൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോളോ ചെയ്ത കുട്ടികൾക്ക് അവിടെ ഒരു ലിങ്ക് ഓപ്പൺ ആകും. ആ ലിങ്കിൽ SSCRTയുടെ വെയിറ്റേജ് അടങ്ങിയ ലിങ്ക് ഓപ്പൺ ആകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വെയിറ്റേജ് പ്രത്യേകിച്ച് നമ്മളെ സോഷ്യൽ സയൻസൊക്കെ ഇത് അത്യാവശ്യം ഉപകാരപ്പെടും കേട്ടോ. കാര്യം സോഷ്യൽ സയൻസിലൊക്കെ 2 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററൊക്കെ ഉണ്ട്. സോഷ്യൽ അനാലിസിസ് എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്ററിനൊക്കെ 2 മാർക്ക് വീതേ വരുന്നുള്ളൂ. അതുപോലെ 3 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സും ഇവിടെ വരുന്നുണ്ട്. 4 മാർക്ക് വരുന്നുണ്ട്. കൂടുതലായിട്ടും വരുന്നത് 6 ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രാധാന്യമുള്ള ചാപ്റ്റേഴ്സുകൾ ഏതെന്ന് നോക്കാം. അതിപ്പോൾ സോഷ്യലിനെ സംബന്ധിച്ച് 17 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ 17 ഞാൻ ആദ്യം പഠിക്കേണ്ടത് ഏത് ചാപ്റ്റേഴ്സാണ്? ഇങ്ങനെ ഹൈ സ്കോർ വരുന്ന 6 മാർക്ക് വീതം വരുന്ന ചാപ്റ്ററുകളാണ് ഞാൻ കൂടുതൽ ഈ സമയം ഇരുന്ന് പഠിക്കേണ്ടതെന്നും, എന്നാൽ വളരെ കുറഞ്ഞ വെയിറ്റേജ് വരുന്ന, ഇപ്പോൾ സോഷ്യൽ അനാലിസിസ് എന്ന് പറയുന്ന, സോഷ്യോളജി ഇമാജിനേഷൻ എന്ന് പറയുന്ന ആ ഒരു സാങ്കല്പിക ചാപ്റ്റർ നിങ്ങൾ 3 മാർക്ക്, 3ാമത്തെ ചാപ്റ്റർ നിങ്ങൾ ഒരു 5-6 മണിക്കൂർ ഇരുന്ന് പഠിച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. കാര്യം 2 മാർക്കിനെ ചോദിക്കുള്ളൂ പരീക്ഷയ്ക്ക് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകൾ കൂടുതൽ സമയവും വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്ററുകൾ വളരെ കുറഞ്ഞ സമയവുമായിട്ട് നിങ്ങൾ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഈ ഒരു വെയിറ്റേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ലിങ്കുകൾ വിസിബിൾ ആകും. ആ ലിങ്കിൽ സ്കില്ലല്ല, നമ്മുടെ വെയിറ്റേജിൻ്റെ ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.